അപ്പോൾ അത് നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. സെക്കൻഡറാബാദിലുള്ള റൂം. നല്ല റൂം കേട്ടോ. പുതിയതായിട്ട് പെയിൻ്റൊക്കെ അടിച്ചതാണെന്ന് തോന്നുന്നു. കണ്ട് നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. 8:30-ക്കാണ് ട്രെയിൻ. അത്ര നേരം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇനി എപ്പോഴെങ്കിലും സെക്കൻഡറാബാദ് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ താമസ സ്ഥലത്ത് തന്നെ റൂം എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റൂം നല്ല റൂമാണ്. ഓട്ടോക്കാർ 7 വഴിക്കാണോ പോണേ? പൂക്കടകളൊക്കെ അങ്ങോട്ടല്ലേ? ചന്നം പിന്നെ വണ്ടി പോകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇവിടെ. ഇന്നലെ തന്നെ ആക്സിഡൻ്റായിട്ട് ഒരു കാറുകാരൻ കയറി പോകണമുണ്ട്. ഒരു നോട്ടമില്ല ട്രാഫിക്കിന്. 350 ഒക്കെ ജീൻസ് ഉണ്ട്. 100 തൊട്ട് മുകളിലേക്ക് ഷർട്ട് ഉണ്ട്. 100, 150, 200, 250 അങ്ങനെ റേഞ്ചിൽ. മുകളിൽ കൂടെ മെട്രോ പോകുന്നു. ഞാൻ ഫിക്സ്ഡ് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. വില പേശാനൊന്നുമില്ല കേട്ടോ. 150, 130 ലേഡീസിൻ്റെ ഒക്കെ. അവിടെ ട്രാക്ക് സൂട്ട് ഉണ്ട് 160 രൂപയ്ക്ക്. ഇവിടെ 150, 100, 130 കച്ചവടമൊക്കെ തകൃതി നടക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി തിരക്ക് കൂടുതൽ. ഇന്ത്യയുടെ കൊടിപ്പാറി പറക്കുന്നു. സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷനാണിത്. ഇനി 8 മണിക്കൂറിൽ നമുക്ക് ടൈമുണ്ട്. അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ്. റിട്ടയറിംഗ് റൂം കിട്ടുകയാണെങ്കിൽ നോക്കാം. രാത്രിത്തെ ട്രെയിനിൻ്റെ ഒക്കെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടല്ലോ. ഭയങ്കര തിരക്കാട്ടാ. റിസർവ്ഡ് ലോഞ്ച് ഉണ്ട് അവിടെ. പ്രീപെയ്ഡ് AC വെയിറ്റിംഗ് ഹാൾ ഉണ്ട്. ഇത് നോൺ AC റിട്ടയറിംഗ് റൂമാണ്. സെക്കൻഡറാബാദിൻ്റെ ഡോർമിറ്ററി. ഇവിടെ എന്തൊരു അലമ്പാണെന്ന് നോക്കിയേ. 100 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഒരു ഇന്ത്യൻ റെയിൽവേയുടെ ഒരു മാന്യത കാണിക്കണ്ടേ. ചേരി പോലെ 100 രൂപ കൊടുത്തും പോയി കുറച്ച് നേരം ഇരുന്നിട്ട് പുറത്തേക്ക് പോവാം. ഇതിലും വേദന നല്ല വെയിറ്റ് റൂമിൽ പോയിരിക്കുന്നതാണ്. കച്ചറ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷൻ റിട്ടയറിംഗ് റൂം ആൻഡ് ഡോർമിറ്ററി. ബഹുത്ത് കച്ചറ. നമ്മുടെ ഇതിൻ്റെ പേരെന്താ? 16P ആണ്. ഇന്നോളം നമ്മൾ എടുത്തതിൽ വെച്ച് ഏറ്റവും മോശം റിട്ടയറിംഗ് റൂം ഡോർമിറ്ററി സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷനിലായിരിക്കും. ഇത്രയും വൃത്തിയായിട്ട ഒരു എന്താ പറയുക ഡോർമിറ്ററി എൻ്റെ വരെ കണ്ടിട്ടില്ല. ഞാൻ നോക്കിയപ്പോഴത് ഇവിടെ ഒരു എലി വന്നിരുന്നു. അപ്പം തന്നെ ഞാൻ എണീറ്റ് പുറത്തേക്ക് പോവുക. മതി, ഈ ഒരു ചതുര സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ഒന്ന് രക്ഷപ്പെടാം. നിവൃത്തി ഉണ്ടെങ്കിൽ അവിടേക്കാണ് ബാത്റൂം. അവിടെ കയറാൻ പോകാനുള്ള ധൈര്യം പോലും ഇല്ല. നിവൃത്തി ഉണ്ടെങ്കിൽ സെക്കൻഡറാബാദിലെ റിട്ടയറിംഗ് റൂം, റെയിൽവേ റിട്ടയറിംഗ് റൂം ഡോർമെട്രിയിൽ പൈസ കൊടുത്ത് കയറാതിരിക്കുക. ഇത്രയും അലമ്പ് സ്ഥലം ലോകത്ത് എവിടെയും ഉണ്ടാവില്ല. അത്രയ്ക്ക് കച്ചറ. വല്ല ലോഞ്ചിലോ അവിടെ വല്ലയിടത്തും പോയിരിക്കാം. ഇതും നല്ലത്. ഇത് പോകാൻ മേടിച്ച് എൻ്റെ പൈസയും കളഞ്ഞ ബുദ്ധിമുട്ട്. ഗേറ്റ് 4-ലാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുത്തെ റിട്ടയറിംഗ് റൂം, അതായത് സെക്കൻഡറാബാദിലെ റിട്ടയറിംഗ് റൂം മഹാതല്ലിപ്പൊളിയാണ്. നിവൃത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പോകാതിരിക്കുക. വളരെ മോശം റെയിൽവേ സ്റ്റേഷനാട്ടോ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷൻ. പുതിയ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മെച്ചപ്പെടുമായിരിക്കും. റിട്ടയറിംഗ് റൂം ഇത്രയും വൃത്തിയായിട്ടോ റിട്ടയറിംഗ് റൂം ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇറങ്ങാൻ പോയപ്പോൾ ഒരാളൊന്ന് എന്തെങ്കിലും കാശ് തരാൻ 1 മണിക്കൂർ കൂടി ഞാൻ ഇരുന്നില്ല. 100 രൂപയും കൊടുത്തു. നോൺ AC ഉണ്ടെന്നുള്ളൂ, കണക്കാണ്. റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് കാണുന്നൊരു ഹോട്ടലാണ്. മീൽസ് ഓർഡർ ചെയ്തു.
സന്ദർശിനി പ്യുവർ വെജ് നല്ല കേട്ടോ. ഞാൻ മീൽസാണ് കഴിച്ചത്, താലി മീൽസ് നന്നായിട്ടുണ്ട്. നമുക്ക് പിന്നെ സ്റ്റേഷനിൽ പോയി വല്ല വെയിറ്റിംഗ് റൂമിലിരിക്കാം. ഇതിവിടുത്തെ AC വെയിറ്റിംഗ് റൂമാണ്. കാണാൻ വലിയ തെറ്റില്ല, അത്യാവശ്യം ക്ലീനൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. 4 മണിക്കൂർ നമ്മൾ പ്രീപെയ്ഡ് AC വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്തു. അവിടെ 25 രൂപയാണ്, 25 രൂപ ഒരു അവറിന്. ടോട്ടൽ 100 രൂപ കൊടുത്തു 4 ഹവേഴ്സിന്. നമ്മുടെ ട്രെയിനിൻ്റെ സമയമൊന്നും ആയിട്ടില്ല, 2:30 ആകുമ്പോഴാണല്ലോ. എന്നാലും പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം വലിയ ചൂടൊന്നുമില്ല പുറത്ത്. പ്ലാറ്റ്ഫോം നമ്പർ 4-ലാണ് നമ്മുടെ ട്രെയിൻ ഉള്ളതെന്ന് അനൗൺസ്മെന്റ് ചെയ്തു. ട്രെയിൻ ഇവിടെ ഇല്ല, അത് വന്നിട്ട് വേണം. 4 അവിടെയാ, 2, 3. എന്താ പോലെ സ്റ്റെപ്പ് കയറിട്ട് വിഷമിച്ച്. ഏതോ ലോക്കൽ ട്രെയിനാണ്. നമ്മുടെ അങ്ങ് പോകണം. G1 ആണ്, G10 ഇവിടെ, G9. അയ്യോ, നടന്ന് അവിടം വരെ പോകണമല്ലോ. ഈ ട്രെയിൻ പോയിട്ട് വേണം നമ്മുടെ ട്രെയിൻ വരാൻ. 12735 അതാണ് നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ. സമയത്ത് 7:23 ആയിട്ടുള്ളൂ. ആ ട്രെയിൻ പോവുക. മെമു അല്ലേ അത്? മെമു G8. ഇനിയും വിദൂരതയിലാണ് നമ്മുടെ G1 കോച്ച്. അല്ലെങ്കിൽ G1 കോച്ച് വന്ന് നിൽക്കുന്ന സ്ഥലം ഫ്രണ്ടിലാണ്. ഗരീബ് രഥാണിത്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? സെക്കൻഡറാബാദ് ടു യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ്. അതിലാണ് നമ്മൾ പോകുന്നത്. രാവിലെ 8 മണിയോടെ അടുത്തെങ്ങാണ്ട് എത്തും അവിടെ. യശ്വന്ത്പൂരിൽ നിന്ന് നമ്മൾ മജസ്റ്റിക്കിലേക്ക് മെട്രോ കയറി പോയി അവിടെ താമസിക്കും. അവിടെ ഒരു ദിവസം ബാംഗ്ലൂരിൽ. അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകും. നമ്മുടെ ട്രെയിൻ വന്നെത്തി. G1 അവിടെ 58 നമ്മുടെ. അവിടെ നിന്ന് കയറാൻ പറ്റുമായിരിക്കുന്നില്ല അല്ലേ? നമ്മുടെ ട്രെയിൻ എടുത്തു. ഇത്രയും ക്ലിയർ ആയിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. ഗരീബ് രഥിൻ്റെ എല്ലാ ഗ്ലാസ് ഇങ്ങനെ ഇരിക്കുന്നത്. പുറത്തുനിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ നേരത്തെ കയറി കിടക്കാൻ പോവാണ്. ബാംഗ്ലൂർ എത്താറായി. പക്ഷേ ബാംഗ്ലൂരിന് തൊട്ട് മുമ്പ്, അത് യശ്വന്ത്പൂരിന് കുറച്ച് മുമ്പ് വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും ടൈമിൽ തന്നെ എത്തും. അങ്ങനെ നമ്മുടെ ട്രെയിൻ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. ഈ ടൈമിൽ നല്ല തിരക്കുണ്ട്. ഇവിടുന്ന് നമ്മൾ ഏതോ ലാസ്റ്റ് പ്ലാറ്റ്ഫോമിലെന്തോ വന്നിറങ്ങിയത്. ഇന്ന് നമ്മൾ പ്ലാറ്റ്ഫോം 1-ലൂടെ, അതാ ഒരു മെട്രോ ട്രെയിൻ പോകുന്നത് കണ്ടില്ലേ? നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോകേണ്ടത്. യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷൻ. ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കണം. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് യശ്വന്ത്പൂരിൽ. അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലത്തിലേക്കൊക്കെ എൻട്രി ഇല്ല. ഒരു ലോക്കോ കിടക്കുന്നുണ്ട് ഇവിടെ.
ഏത് ലോക്കമാണോ. അപ്പുറത്ത് നമ്മൾ വന്ന ട്രെയിനാണോ? അത് നീങ്ങുന്നുണ്ടല്ലോ. ഏതൊരു ലോക്കൽ ട്രെയിൻ മീൻസ് മെമു പോലെ എന്തോ കിടക്കുന്നുണ്ട്. മെമു അല്ലേ അത്? അപ്പോൾ ഈ വിസ്താരാമ വിൻഡോ ഒക്കെ ഉള്ളതാണോ? ഇത് അടിപൊളിയാണല്ലോ. വിസ്താരാമ കോച്ച് അങ്ങനെ എന്തോ അല്ലേ ഈ കോച്ചിന് പേര് പറയുന്നത്? വിസ്താരാമ അല്ല, വിസ്താഡോ മാറിപ്പോയി. യശ്വന്ത്പൂർ ഷിമോഗ. അങ്ങനെ ഒരു യാത്രയുണ്ടല്ലോ, യശ്വന്ത്പൂർ ഷിമോഗ. അതൊന്ന് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ടിപ്പോൾ 5-6 മിനിറ്റായി. നടന്നിട്ട് എത്തുന്നുമില്ല. റെയിൽവേ സ്റ്റേഷനല്ലോ, മെട്രോ സ്റ്റേഷൻ. അവിടെ വിസ്താഡോം കോച്ച് ഉണ്ട്. പക്ഷേ ഇപ്പുറം കാണുന്നത് വേറെ അലമ്പ് കോച്ചാണല്ലോ. അപ്പം അറിഞ്ഞിട്ട് കാര്യമില്ല. കാശ് കൂടുതലുള്ള ടിക്കറ്റിനുള്ള കോച്ചുകൾക്ക് അത് അടിപൊളിയായിരിക്കും. കാശ് കുറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കച്ചറയായിരിക്കും. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ, യശ്വന്ത്പൂർ ജംഗ്ഷൻ. എവിടെയോ കുയിൽ കൂകുന്ന ശബ്ദം കേൾക്കാം. അതാണ് യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷൻ. എന്തോ ഒരു സംഭവം ഫ്രണ്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തിനാണാവോ? ചുമ്മാ ഭംഗിക്കായിരിക്കും. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ കയറി നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടേ? മജസ്റ്റിക്കിലേക്ക്. മജസ്റ്റിക്കിലാണ് നമ്മുടെ താമസ സ്ഥലം, നമ്മുടെ ഹോട്ടലുള്ളത്. ലിഫ്റ്റ് എൻട്രി ഉണ്ടല്ലേ റൈറ്റ് സൈഡിലേക്ക്. അതിന് ബാഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ മജസ്റ്റിക് മെട്രോ സ്റ്റേഷൻ. മജസ്റ്റിക്കല്ല, വേറെന്തോ പേരുണ്ടല്ലോ. കെമ്പഗൂഡ മെട്രോ സ്റ്റേഷനെത്തി. വലതുവശത്ത് നമുക്ക് ബസ് സ്റ്റാൻഡ് കാണാം, മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് കാണാം. അങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ പുറത്ത് നമ്മൾ കിടന്നു. ഇനി ഒരു 1 കിലോമീറ്റർ കഷ്ടിയില്ല നമ്മുടെ ഹോട്ടലിലേക്ക്. അതുകൊണ്ട് ഇവിടെ നിന്ന് വന്ന ഓട്ടോ ഒന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആ സ്ഥലത്ത് റൂം എടുക്കുന്നതിന് കാരണം തന്നെ അതാണ്. ഓട്ടോയൊക്കെ ഒന്ന് ഒരു 1 കിലോമീറ്റർ പോയാൽ 100-150 രൂപയൊക്കെ മേടിക്കും. പകൽക്കൊള്ളയാണ്, പകൽക്കൊള്ള. രാത്രി വിളിച്ചാൽ അതിൻ്റെ ഡബിൾ രാത്രിക്കൊള്ള. ഈ പോകുന്ന റോഡ്, ഈ റോഡിൻ്റെ പേര് കോട്ടൻപേട്ട് റോഡിലൂടെ നമ്മൾ നടന്ന് ഇതാ കാണുന്ന ഹോട്ടൽ കണ്ടല്ലേ, ശ്രീകൃഷ്ണ വൈഭവ. ഞാൻ പരമാവധി ഫുഡൊക്കെ കഴിക്കുന്ന അവിടെ നിന്നാണ്. നല്ല ഫുഡാട്ടോ, നല്ല തിരക്കും ഉണ്ട് അവിടെ. നമ്മളിങ്ങനെ കുറച്ചും കൂടി പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് OTC റോഡ്, ഓൾഡ് താലൂക്ക് കച്ചേരി റോഡ്. അങ്ങനെ നമ്മൾ പറഞ്ഞ OTC റോഡിൽ നമ്മളെത്തി. ഇതെവിടെ കണ്ടില്ലേ, ദി സിഗ്നേച്ചർ ഇൻ, ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ, അതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഞാനിപ്പോൾ ഒരു 8-10 തവണയെങ്കിലും ആയി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം താമസിക്കുന്ന റൂം ഇതാണ്. സിഗ്നേച്ചർ ഇൻ, OTC റോഡ്, ബാംഗ്ലൂർ OTC റോഡിലുള്ള സിഗ്നേച്ചർ ഇന്നിലാണ്. ഞാൻ അടുത്ത 24 hours ഞാൻ ഈ ബാംഗ്ലൂർ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കാര്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സ്ഥിരം ഇവിടെ തന്നെയാണ് തങ്ങാറ്. പലപ്പോഴും ഞാൻ റൂം എടുത്തിട്ട് ഒരു 6-7 തവണയായി ഇപ്പോൾ റൂം സിഗ്നേച്ചർ ഇന്നിൽ എടുക്കുന്നു. 2nd ഫ്ലോറിലാണ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാം. ലിഫ്റ്റ് അടയൂ. ഫാൻ ഉണ്ടായില്ലേ? അന്തരീക്ഷം കണ്ടിട്ട് മഴയ്ക്കുള്ള ചില ലക്ഷണം പോലെ. കാർമേഘമൊന്നും കാണുന്നില്ല, എന്നാൽ ഇരുണ്ടിരിക്കുന്നു. സമയം ഇപ്പോൾ 10:30 ആകാറായി. സ്ഥിരം കയറുന്ന ഹോട്ടലിൽ തന്നെ നമുക്ക് കയറാം. റെസ്റ്റോറൻറ്റ്, എൻ്റെ പേരെന്തായിരുന്നു? കൃഷ്ണ വൈഭവയോ.
പേരെപ്പോഴും ഞാൻ മറന്നു. കാരണം ഞാൻ കാണുന്നുണ്ടോ അതെയോ അവിടെ കണ്ടല്ലേ, ശ്രീകൃഷ്ണ വൈഭവ. അകത്തേക്ക് പോകാം.